നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സുരക്ഷാ വെല്ലുവിളികൾ നേരിട്ട വർഷമാണ് കടന്നുപോയത്. 2025 അയൽ രാജ്യമായ പാകിസ്ഥാനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോലും രാജ്യം പോയി. 2025 നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്തായിരിക്കാം ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ? തീർച്ചയായിട്ടും പഹൽഗാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഏപ്രിലിൽ തന്നെ നടന്നതാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ നടന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയ ഭീഷണിയായിട്ടിരിക്കുന്നത്. ആ ശൃംഖല ശക്തിപ്പെടാനുള്ള, നമ്മളിപ്പോൾ 2026 കുറിച്ചാണല്ലോ ഇനിയും സംസാരിക്കാൻ പോകുന്നത്. ആ ശൃംഖല ശക്തിപ്പെടാനും ഭാരതത്തിന് ഒരു വലിയ പരീക്ഷണ ഘട്ടമായിട്ട് ഈ വർഷവും മാറാനുമാണ് എല്ലാ സാധ്യതയും. അത് ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിനാകെ തന്നെ ഇസ്ലാമിക ഭീകരവാദം ഒരു വലിയ വിഷയമായിട്ട് വരാൻ പോവുകയാണ്. ഇപ്പം ഈ നമ്മൾ കഴിഞ്ഞ ഏപ്രിലെ പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഡിസംബറിൽ തന്നെ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ആ ഒരു വെടിവെപ്പ്. പിന്നെ രണ്ടാമതുണ്ടായത് സ്വിറ്റ്സർലൻഡിലാണ്. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ആ ബാറിലപ്പോൾ. അതൊരു ലക്ഷറി ബാറാണ്. നിരവധി ആൾക്കാർ പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ബാറാണ്. നിരന്തരം വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും അങ്ങനെ ആൾക്കാർ വരുന്നതാണ്. 100ഓളം ആൾക്കാരകത്തുള്ളപ്പോഴാണ് ഒരു സ്ഫോടനം അവിടെ ഉണ്ടായത്. സന്ദേശം വളരെ ക്ലിയറാണ്. ഞങ്ങളല്ലാതെ വേറെ ആരും ഈ ഭൂലോകത്ത് ആവശ്യമില്ല. നിങ്ങളുടെ ആരുടെയും ആഘോഷങ്ങൾ ഇവിടെ പാടില്ല. ഈ പുതുവത്സരമൊക്കെ ഓണം വിഷു ഒക്കെ ആഘോഷിക്കുക, ഇതൊന്നും ഞങ്ങളീ പെട്ടതല്ല. ഇതൊന്നും നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല. അതിപ്പോൾ ജൂതൻ്റെ ഫെസ്റ്റിവൽ ആയാലും ഓണമായാലും ക്രിസ്ത്യാനിയുടെ ക്രിസ്മസ് ആയാലും പുതുവത്സരമായാലും ഇതൊന്നും നമ്മളുടെ അജണ്ടയിൽ പെട്ടതല്ല. ഇത് ആഘോഷിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു വലിയ തോതിൽ ലോകത്തെ മുഴുവൻ വിഴുങ്ങുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ക്രമത്തെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ഇസ്ലാമിക ഭീകരവാദം വളർന്നു വരികയാണ്. അത് ലോകം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് സംശയം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഇതൊരു വലിയ പരീക്ഷണഘട്ടമാണ് എന്ന് പറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പണ്ട് മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ നമുക്കൊരു മൾട്ടി ഡൈമെൻഷണലായിട്ടുള്ള ഭീഷണികളാണ് ഉള്ളത്. പല രാജ്യങ്ങൾക്കും ഒരു ഭീഷണി, അല്ലെങ്കിൽ ഒരിടത്ത് നക്സലിസം ആവാം, ഒരിടത്ത് മറ്റൊരു തരത്തിലുള്ള ഭീഷണിയാവാം. ഇത്തരം ഭീഷണികളും നമുക്കെല്ലാ ഭീഷണികളും ഉണ്ട്. നമ്മൾ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ നാനാത്വം നമ്മൾ നേരിടുന്ന ഭീഷണികളുടെ കാര്യത്തിലുണ്ട്. ഭയങ്കര ഡൈവേഴ്സിഫൈഡാണ്. നമ്മുടെ ബോർഡേഴ്സ് ഒട്ടും ശാന്തമല്ല. പല സ്ഥലങ്ങളിലും വലിയ തോതിൽ സംഘർഷം നടക്കുന്നുണ്ട്. നമ്മളുടെ പല പ്രദേശങ്ങളും വെട്ടിമുറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദമുണ്ട്. ഇപ്പോൾ അവസാനിച്ചു ഒരു പരിധിവരെയെങ്കിലും നക്സൽ തീവ്രവാദമുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ വളരെ സാധാരണ മട്ടിൽ നടക്കുന്ന കമ്മ്യൂണൽ റാഡിക്കലൈസേഷനുണ്ട്. മത തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ട് ആൾക്കാരെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഈ പറയുന്നത് പോലെ മതപരിവർത്തനം ഒരു വലിയ വിഷയം തന്നെയാണ്. അത് നമ്മൾ എത്ര മൂടി വെച്ചാലും മതപരിവർത്തനവും ഒരു വിഷയമാണ്. രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ ഡെമോഗ്രഫിയുടെ ബാലൻസ് മാറിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചാണ്. ഇസ്ലാമിക ഭീകരവാദം ഭാരതത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ ത്രെട്ട് എന്നുള്ള നിലയിലും അത് വലിയ തോതിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ മാറ്റം നമ്മളെങ്ങനെ നേരിടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വലിയ വെല്ലുവിളി. ഈ 2025 തുടക്കത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഈ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ആശങ്കകളാണ്. പിന്നീട് അത് പതിയെ നമ്മൾ ആ ഇസ്ലാമിക തീവ്രവാദം എന്നൊരു ടോപ്പിക്ക് തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ചത് ആയിരുന്നു. ആഗോളതലത്തിൽ സംഘർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. IS-ന്റെ ഒക്കെ സ്ലീപ്പർ മോഡുകളൊക്കെ നമ്മൾ പിടിച്ച് ആക്രമണം തടയുന്നുണ്ട്. പക്ഷേ ഡീപ്പ് സ്റ്റേറ്റിൽ നിന്നും ഏറ്റവും അവസാനം 2025 അവസാനം അടുക്കുമ്പോഴത്തേക്കും ഈ പഹൽഗാമോടുകൂടി വീണ്ടും ഇസ്ലാമിക തീവ്രവാദം നമ്മളെ പിടിമുറുക്കി. അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. കാരണം ഡീപ്പ് സ്റ്റേറ്റ് അവരുടെ കടയൊന്നും പൂട്ടാൻ പോകുന്നില്ല. അതുപോലെ ഇസ്ലാമിക തീവ്രവാദവും അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് രണ്ടായിട്ട് തന്നെ കാണണം. പക്ഷേ രണ്ടും ഭീഷണിയായിട്ട് തന്നെ കാണണം. ഇപ്പം ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ, മറ്റേതൊക്കെ നമ്മളൊക്കെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് ഒരു 2 വർഷം മുമ്പ് പറയുമ്പോൾ നിങ്ങളുടെ ഭാവനയാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ആൾക്കാർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അവർ കൃത്യമായി അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന ഈ സംഘർഷങ്ങൾ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ ഭാരതത്തിൽ നിന്ന് വെട്ടിമുറിച്ച് മാറ്റണമെന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവന്ന്
കൊണ്ടുവന്നത്. ഇതൊക്കെ ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പണിയാണ്. അവർ നമ്മുടെ നോർത്ത് ഈസ്റ്റും ബംഗ്ലാദേശിലെ ചില ഭാഗങ്ങളും മ്യാൻമാറിലെ ഭാഗങ്ങളും ഉപയോഗിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കണമെന്ന് അവരുടെ ഒരു ലോങ് ടേം അജണ്ടയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ സംഘർഷം അത് ബംഗ്ലാദേശി മാത്രമല്ലല്ലോ, നമ്മുടെ ഭാരതത്തിന് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇൻസ്റ്റേബിളാണ്. നേപ്പാൾ ഇൻസ്റ്റേബിളാണ്, ബംഗ്ലാദേശ് ഇൻസ്റ്റേബിളാണ്, ശ്രീലങ്ക, അവിടെയൊക്കെ ക്രൈസിസ് ഉണ്ട്. ഇപ്പോൾ ഒരു ബഹളം കഴിഞ്ഞു, ഒരു പുതിയ സർക്കാർ വന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു രാജ്യത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്. ഇനി പശ്ചിമ ഭാഗത്തേക്ക് പോയാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അധികാരം ഏറ്റെടുത്തോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ താലിബാനും IS തമ്മിൽ യുദ്ധമുണ്ട്, താലിബാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ട്. അപ്പോൾ ഈ മേഖല മുഴുവൻ അശാന്തമാണ്. ഇതിനിടയിലാണ് നമ്മൾ ചൈനയുടെ ത്രട്ട് നമുക്ക് വരുന്നത്. ഇപ്പം ഭാരതത്തിനൊരു വീഴ്ച വന്നു അല്ലെങ്കിൽ ഒരു ക്ഷീണം വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചൈന കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും. ചൈനയ്ക്ക് അതിനുള്ള സംവിധാനമുണ്ട്. പാകിസ്ഥാൻ ചൈനയുടെ കയ്യിലെ ഒരു ഉപകരണവുമാണ്. അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് ഇവിടുന്ന് പോയി എന്നൊന്നും വിചാരിക്കരുത്. ഡീപ്പ് സ്റ്റേറ്റ് കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലും രാഷ്ട്രീയ സംവിധാനത്തിലും ഒക്കെ നുഴഞ്ഞു കയറി ഭാരതത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഉള്ളിൽ മാത്രമല്ല പുറത്തുമുണ്ട്. ഇപ്പോൾ യൂനസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായിട്ട് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ മേഖലയിൽ. അയാൾ ബംഗ്ലാദേശിനെ കുരുതിക്ക് കൊടുക്കും, അയാൾ ബംഗ്ലാദേശിനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിക്കും. അതിപ്പോൾ ബംഗ്ലാദേശിലെ സൈന്യമൊക്കെ അത് മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു അജണ്ട തന്നെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നോർത്ത് ഈസ്റ്റ് ബംഗ്ലാദേശിനോട് ചേരണം എന്നുള്ള ഒരു ആവശ്യം സ്വപ്നത്തിൽ പോലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. യൂനസ് വന്ന ശേഷമാണ് ഇത് കൊണ്ടുവന്നത്. അത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐഡിയയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഐഡിയയാണ് യൂനസിലൂടെ വന്നത്. അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് വെരി മച്ച് ഉണ്ട്. ഇസ്ലാമിക തീവ്രവാദം അതുപോലെ മറ്റൊരു വലിയ ഭീഷണി തന്നെയാണ്. ഈ രണ്ട് ഭീഷണിയുടെയും ആഴം വർദ്ധിച്ചു എന്നുള്ളതാണ് 2026 പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇസ്ലാമിക ഭീകരവാദം ഇപ്പോൾ കുറേ കൂടി ഹൈടെക്കാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കോ 3 വർഷങ്ങൾക്കോ അപ്പുറത്തുള്ളതിനെക്കാട്ടി കൂടുതൽ ഹൈടെക്കാണ്. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വക്താക്കളായി പ്രവർത്തകരായി വരുന്ന ആൾക്കാരുടെ ഏജും കുറഞ്ഞിട്ടുണ്ട് എന്ന് ചില അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നുണ്ട്. പലതും കണ്ട് മോഹിച്ച് അല്ലെങ്കിൽ ഒരു ഹീറോ ഇതൊക്കെ വന്നിട്ട് പലരും ഇത് ചെയ്യാണ്. ഈ ചെയ്യുന്ന ആൾക്കാർ ആരും അവരുടെ ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ വീട് പോലും വിട്ട് ഇറങ്ങുന്ന അപൂർവമായിരിക്കും, അല്ലാതെ ട്രെയിനിങ്ങിനൊന്നും പോയിട്ടല്ല. ലോൺ വൂൾഫ് അറ്റാക്ക് ഉണ്ട്. പലർക്കും ഡാർക്ക് വെബ് ഇതുപോലെയുള്ള ഇൻ്റർനെറ്റ് സംവിധാനത്തിലൂടെയാണ് ഇവരുടെ ബിറ്റ്കോയിൻ ഇതുപോലെയുള്ള സംവിധാനത്തിലൂടെ ഇവരുടെ റിസോഴ്സസും മറ്റു കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത് കൃത്യമായിട്ട് നിരവധി ആൾക്കാരെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണൽ റാഡിക്കലൈസേഷൻ, അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത തീവ്രവാദികളാക്കുന്ന ഇൻ്റർനെറ്റ് വഴിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ വൂൾഫ് അറ്റാക്ക് ഉണ്ട്. പിന്നെ പല സംഘടനകളും വലിയ തോതിൽ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നക്സൽ സംവിധാനം ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അതുപോലെ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ വികേന്ദ്രീകൃതമാണിപ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് ഒരിടത്ത് പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സംഘടനയെ ഇത് ബാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇനി മൂന്നാമതൊരു വിഷയം കൂടെ ഉണ്ട്. ഭാരതത്തെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനകൾ, അതായത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും LET എന്ന് നമ്മൾ പറയുന്നത്, ഈ 2 സംഘടനകളും ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 സംഘടനകളെ ഒരുമിപ്പിക്കുന്നത് ISI ആണ്, പാകിസ്ഥാൻ ISI ആണ്. അപ്പോൾ അത് നമുക്കൊരു വലിയ കൺസേൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന അവിടെ ഓസ്ട്രേലിയയിലെ ജൂതന്മാരുടെ ഫെസ്റ്റിവലിനെ ആക്രമിച്ചു, സ്വിറ്റ്സർലൻഡിലെ പുതുവത്സരത്തെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭാരതത്തിലും ദീപാവലി ഉൾപ്പെടെ നിരവധി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് യഥാർത്ഥത്തിൽ നിതാന്ത ജാഗ്രതയോടുകൂടി നമ്മളുടെ ഏജൻസികളും നമ്മളുടെ പോലീസും പാരാമിലിറ്ററി ഫോഴ്സസും ഒക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അതിനർത്ഥം എല്ലാം ശുഭമാണ് എന്നല്ല, വലിയ ഭീഷണിയാണ്. മറ്റൊരു വലിയ ഭീഷണി ഈ ഡ്രോണുകളാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ ജമ്മു കാശ്മീരിൻ്റെ അതിർത്തിയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്.
അപ്പോൾ ഈ ഡ്രോണുകൾ വഴിയുള്ള ആക്രമണം നമ്മളിപ്പോൾ കണ്ടല്ലോ, മറ്റേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണം. അപ്പോൾ ഇതുപോലെയുള്ള ആക്രമണ പദ്ധതികൾ, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഏജൻസികൾ, സുരക്ഷാ ഏജൻസികളും അതിപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളായാലും സൈന്യമായാലും മുമ്പെങ്ങും ഇല്ലാത്ത ഒരു കാര്യക്ഷമതയോടുകൂടി ഇപ്പോൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകേണ്ടത് നമ്മളുടെ ഇപ്പോഴത്തെ സംവിധാനത്തിന് തന്നെയാണ്, മോദി സർക്കാരിൻ്റെ കീഴിലുള്ള സുരക്ഷാ സംവിധാനത്തിനാണ്. ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല എന്നാണ് ചില ഓഫീസേഴ്സ് നമ്മളോട് പറഞ്ഞത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ പോലും എന്ത് ചെയ്യണമെന്ന ഒരു പകപ്പൊന്നുമില്ല. കൃത്യമായി ഓരോരുത്തരുടെ റോൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കോർഡിനേഷനുണ്ട്. ഇത് പണ്ടില്ലായിരുന്നു. ഇപ്പോൾ മുംബൈ ഭീകരാക്രമണമൊക്കെ നടന്നപ്പോൾ പലരും പല സ്വരത്തിലാണ് സംസാരിച്ചത്. മുംബൈയിലേക്ക് നമ്മളുടെ കമാൻഡോസിനെ എത്തിക്കാൻ പോലും വലിയ താമസമുണ്ടായി. അപ്പോൾ ഇത് ഒരു കോർഡിനേഷൻ ഇല്ലായ്മയാണ്. ഇപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നുമില്ല. അതുകൊണ്ട് കൃത്യമായി അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ അതനുസരിച്ച് തീവ്രവാദികളും മറുവശത്ത് മാറുന്നുണ്ട്. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളും അതനുസരിച്ച് അപ്ഡേറ്റഡ് ആണ്. അവർക്കും അറിയാമല്ലോ പഴയ ഇന്ത്യയല്ല ഞങ്ങൾ നേരിടുന്നതെന്ന്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവർ കൃത്യമായിട്ട് നമ്മളെ പാനിക് ഉണ്ടാക്കാനും, ഇപ്പോൾ പഹൽഗാമിൽ നടന്നത് തന്നെ ഒരു സാധാരണ ഭീകരാക്രമണമല്ല. ഇപ്പം അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കുറേ ടൂറിസ്റ്റുകളുണ്ട്, എല്ലാവരെയും ഇങ്ങനെ വെടിവെക്കുകയല്ല ചെയ്തത്. അവിടെ കൃത്യമായി ആളുടെ മതം ചോദിച്ച് പരീക്ഷ കൊടുത്ത് പരീക്ഷയ്ക്ക് പാസ്സാവാത്തവരെയാണ് കൊന്നത്, അല്ലേ? അത് എന്തിനാണെന്നറിയോ? ഇതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊരു സാധാരണ ഒരു ആക്രമണമല്ല. ഇപ്പോൾ ദില്ലി സ്ഫോടനം പോലെ സ്ഫോടനത്തിൽ മരിച്ചവരിൽ എല്ലാവരും ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ മറ്റിടത്ത് അതായിരുന്നില്ല. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഭാരതത്തിനുള്ളിൽ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളിൽ ഒരു ഭീതിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ആക്രമണം നടത്തിയത്. 26/11 ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ രീതികൾ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വലിയ സിറ്റികളായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുക. ഇപ്പം മുംബൈ, ദില്ലി, കൽക്കട്ട, ഹൈദരാബാദ് ഇതുപോലെയുള്ള സിറ്റികളൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ വലിയ സാധ്യതയുണ്ട്. ഇതിലെ കൃത്യമായിട്ട് മറ്റേതൊരു ഓർഗനൈസേഷൻ, അതിൻ്റെ നേതാക്കന്മാർ ഇവർ ചെയ്യുന്ന എന്താണ്, ഇവരെ സഹായിക്കുന്ന ആരാണ് എന്നൊക്കെ അറിയാമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഭീകര സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുമോ? ഇപ്പോൾ അങ്ങനെയല്ല, തികച്ചും വികേന്ദ്രീകൃതമാണ്. പിന്നെ ഈ കമ്മ്യൂണൽ റാഡിക്കലൈസേഷനിലൂടെ പല ചെറുപ്പക്കാരും സ്വയമേവ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ത്രില്ലാണല്ലോ ഈ ഡാർക്ക് വെബിലൊക്കെ കിടന്ന് കളിക്കുക എന്ന് പറയുന്നത്. പണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് പോയ IS-ൻ്റെ ഒരുത്തൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇവിടെ പൂരമൊക്കെ ഇല്ലേ, പൂരത്തിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ട് കയറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചില്ലേ. ഇപ്പം ഇതുപോലെയുള്ള പ്രാന്തന്മാരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിക്കാൻ പലർക്കും സാധിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് വളരെ ശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ഇൻ്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഗ്യാപ്പുകൾ ഉണ്ടാകുക സ്വാഭാവികവുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരും ഈ പറയുന്നത് പോലെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കുക മാത്രമേ ഇതിനൊരു കരണീയമായിട്ടുള്ള വഴിയുള്ളൂ 2026-നെ സംബന്ധിച്ചിടത്തോളം. ഈ ആഭ്യന്തര സുരക്ഷ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കാര്യം നമുക്ക് വിടാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഇസ്ലാമിക് റാഡിക്കലൈസേഷൻ വ്യാപകമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റ് അന്താരാഷ്ട്ര ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. ചെറിയ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും ഇവർക്ക് കിട്ടുന്ന സംസ്ഥാനമാണ്. ഈ രീതിയിൽ നമ്മുടെ 2025-ഉം 2026-ഉം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? കേരളത്തെയും കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഭീകരപ്രവർത്തനങ്ങളും കേന്ദ്ര ഏജൻസികൾ വർഷങ്ങളായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ്. പക്ഷേ അതും മാറാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലയാളികളായിരിക്കണമെന്നില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന അതിതീവ്ര സ്വഭാവമുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഈ പൊളിറ്റിക്കൽ സപ്പോർട്ടെന്ന് പറയുന്നത്, ഇപ്പം തലയ്ക്ക് വെളിവുള്ള ഒരാളും ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ടൊന്നും ഇവർക്ക് കൊടുക്കില്ല. പക്ഷേ അവർക്ക് പൊതുവെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അന്തരീക്ഷമാണ്. ഞാൻ ബംഗ്ലാദേശി ഒന്നുമല്ല, ഞാൻ ബംഗാളിയാണ്, ഞാൻ മുസ്ലിമുമാണ്, ന്യൂനപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ വരുന്ന 100 പേരിൽ ഒരു 5 പേര് അതിതീവ്ര
സ്വഭാവമുള്ള ഭീകരരാവാനും സാധ്യതയുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തനെ പിടിച്ചല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഒരുത്തനെ പിടിച്ചു. അയാൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുകയും കേരളത്തിൽ ഇരുന്നുകൊണ്ട് സ്ഫോടക വസ്തുക്കൾക്ക് വേണ്ടി അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അയാളുടെ നെറ്റ് ഹാക്ക് ചെയ്തത് കൊണ്ടാണല്ലോ, അയാളുടെ അന്വേഷണങ്ങളെ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ സാധിച്ചുകൊണ്ടാണ് അയാളെ പിടിക്കാൻ സാധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. അപകടം ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പക്ഷേ ഈ അപകടം ഇവർക്കൊക്കെ ഇത് ഗുണമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഉപയോഗിക്കാൻ പാകത്തിലുള്ളതാണ്. അതായത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദം ഒരു വലിയ വിപത്താണ് എന്നും ഈ രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തെ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റവൻ അത് പൊളിറ്റിക്കലി ഗുണമാകുമോ എന്നാണ് ചിന്തിക്കുന്നത് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രെട്ട് റിയലാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികളും ഒക്കെ ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ PFIക്കെതിരെ ഒരു വലിയ നടപടി ആ കൃത്യം സമയത്തുണ്ടായത്. അല്ലെങ്കിൽ അത് കൈവിട്ടു പോകേണ്ട ഒരു കേസാണ്. എന്തായാലും വലിയ സുരക്ഷാ വെല്ലുവിളികൾ ഉണ്ടായ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. ആ വെല്ലുവിളികൾ കൂടുതൽ ശക്തമായി തന്നെ 2026 ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ അത് നേരിടാനുള്ള കരുത്ത് രാജ്യത്തിന് ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. നമസ്കാരം.